ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 15-ാം വാക്യം. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. പിതാവേ, ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുക അന്ത്യത്താഴം ശിഷ്യന്മാരുടെ പാദങ്ങളെല്ലാം കഴുകുന്നത്. അത് കഴിഞ്ഞിട്ട് 14, 15, 16, 17 അധ്യായങ്ങൾ അന്ത്യത്താഴം കഴിഞ്ഞ് ഗത്സമനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോടുകൂടെ സംസാരിക്കുന്നതും അവസാനം ആ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുമാണ് നമ്മൾ കാണുക. അപ്പോൾ അവിടെ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇതാ ഞാൻ അങ്ങയുടെ പക്കലേക്ക് വരികയാണ്. എന്നാൽ ഈ മക്കൾ അവർ ഈ ലോകത്ത് തന്നെയാണ്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നോടൊപ്പം അവരെയും കൂടി ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കണമെന്നല്ല, മറിച്ച് ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈശോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തൻ്റെ ശിഷ്യന്മാർ അവർക്ക് അവരുടെ കഴിവ് കൊണ്ട് തന്നെ ഈ ദുഷ്ടൻ ഒരുക്കുന്ന കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ പ്രാപ്തരല്ല എന്ന് ഈശോ തിരിച്ചറിയുകയാണ്. ഇവിടെ ഈശോ ദുഷ്ടൻ എന്ന് ആ സാത്താനെ അഭിസംബോധന ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈശോയുടെ മനസ്സിൽ ആ ദുഷ്ടപിശാച്, തിന്മയുടെ ശക്തി ആദ്യമായിട്ട് ആ ദൈവിക പദ്ധതിയിലേക്ക് ഇറങ്ങി വരുന്നത് നാം കാണുന്നത് അത് പറുദീസായിൽ ആദ്യ മനുഷ്യൻ്റെ പതനത്തിലാണ്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേർന്ന പങ്കാളിയെ നൽകി ഒരു കുടുംബമാക്കി അവരെ ആശീർവദിച്ചു. എന്നിട്ട് ആ കുടുംബത്തിന് വസിക്കാൻ വേണ്ടി പറുദീസ ഒരുക്കി. ആ പറുദീസായിൽ യേശു ഒരുമിപ്പിച്ച, യേശു സ്ഥാപിച്ച കുടുംബത്തോട് ചേർന്ന്, ആ ദൈവം രൂപീകരിച്ച ആ കുടുംബത്തോട് ചേർന്ന് അവരെ നയിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുക. അങ്ങനെ ദൈവവും മനുഷ്യനും, തമ്പുരാനും തമ്പുരാൻ കൂട്ടിയോജിപ്പിച്ച കുടുംബവും ഒരുമിച്ച് ദൈവത്തിൽ ആനന്ദിക്കുന്നൊരു ചിത്രമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭത്തിൽ കാണുക. അവിടെയാണ് തിന്മയുടെ ശക്തി ആ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറുന്നത്. ഇവിടെ സാത്താൻ അറിയാം, ദൈവത്തിന് നോവണമെങ്കിൽ ദൈവം കൂട്ടിയോജിപ്പിച്ച ആ കുടുംബത്തിന് തകർച്ചയുണ്ടാകണം. ഇത് സാത്താന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ തമ്പുരാൻ കൂട്ടിയോജിപ്പിച്ച് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവൻ ഒരുമിച്ച് കൂട്ടി ആ പറുദീസായിലാക്കി ആ കുടുംബത്തിലേക്കാണ് സാത്താൻ നുഴഞ്ഞു കയറുക. ആ തിന്മയുടെ ശക്തി അവിടെ ദൈവത്തിൻ്റെ ചങ്കിൽ നിന്ന് ഈ കുടുംബത്തെ പറിച്ചു മാറ്റി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് തകർന്നു പോയ ഒരു ദൈവം ഓടി വരികയാണ്. മക്കളെ, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട്. ആദം പറയണു, നീ നൽകിയ ജീവിത പങ്കാളി എന്നെ ചതിച്ചു, അവൾ എൻ്റെ നാശത്തിന് കാരണമായി. സ്ത്രീ പറയുന്നു, സർപ്പം എന്നെ ചതിച്ചു. പിന്നീട് നമ്മൾ കാണുക, ഈ സർപ്പത്തെ വിളിച്ചു വരുത്തിയിട്ട് സർപ്പത്തോട് ദൈവം പറയുകയാണ്, നീ ഇത് എന്നോട് ചെയ്തതുകൊണ്ട്, ഞാൻ ഇത്രമാത്രം താലോലിച്ച്, ഞാൻ ഇത്രമാത്രം സ്വപ്നം കണ്ട് രൂപീകരിച്ച കുടുംബത്തെ നീ തകർത്തത് കൊണ്ട് നിന്റെ തല ഞാൻ തകർത്തിരിക്കും. നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും. ആ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ദുഷ്ടൻ്റെ കെണി നമ്മൾ കാണുക ഈ പറുദീസായിൽ തമ്പുരാൻ കൂട്ടിയോജിപ്പിച്ച ആദ്യത്തെ ആ കുടുംബത്തിലാണ്. വീണ്ടും നമ്മൾ ബൈബിളിലേക്ക് കടന്നു പോകുമ്പോൾ ഇത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയിലാണെങ്കിൽ, ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തിയിലാണെങ്കിൽ, ഈ 73 പുസ്തകങ്ങളടങ്ങിയ ഈ ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകം വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ ഈ തിന്മയുടെ ശക്തി അവിടെ കാണുന്നുണ്ട്. നമുക്കറിയാം, യോഹന്നാന് കിട്ടിയ
ദർശനമാണ്, സ്വർഗീയ ദർശനമാണ് നമ്മൾ വെളിപാടിൽ കാണുക. ഇവിടെ 12-ാം അധ്യായത്തിൽ യോഹന്നാൻ ഇങ്ങനെ വിവരിക്കുകയാണ്, ഞാൻ സ്വർഗത്തിലൊരു അടയാളം കണ്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവൾ ചന്ദ്രൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. അവളുടെ ശിരസിൽ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം. വീണ്ടും യോഹന്നാൻ പറയുകയാണ്, അവൾ ഗർഭിണിയായിരുന്നു. അവളൊരു കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് ഒരുങ്ങി നിന്നപ്പോൾ മറ്റൊരു അടയാളം ഞാൻ കണ്ടു. അതൊരു ഉഗ്ര സർപ്പം. സർപ്പത്തിന് 7 ശിരസ് 10 കൊമ്പ്. വീണ്ടും യോഹന്നാൻ ഇങ്ങനെ വിവരിക്കുകയാണ്, ആ ഉഗ്രസർപ്പം വാലൊന്നിട്ടടിച്ചപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 തകർന്ന് തരിപ്പടമായി താഴെ വീണു. അത്രയ്ക്ക് ഉഗ്രശക്തിയുള്ള ഒരു സർപ്പം ഒരു വശത്ത്, ഇപ്പുറത്ത് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, പാപത്തിൻ്റെ നിഴൽ പോലും ഏൽക്കാത്ത ഒരു സ്ത്രീ ഒരു വശത്ത്, ഇപ്പുറത്ത് ഒരു തിന്മയുടെ ശക്തി ഇങ്ങനെ വാവിളർന്ന് നിൽക്കുന്നു. വചനം പറയുകയാണ്, ആ സ്ത്രീ ജന്മം നൽകുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാനായി സർപ്പം വാ പിളർന്നു കാത്തിരുന്നു. അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് ദൈവം ആ കുഞ്ഞിനെ രക്ഷിച്ചു. വീണ്ടും വചനം പറയുകയാണ്, കുഞ്ഞിനെ ലഭിക്കാതിരുന്നപ്പോൾ സർപ്പം സ്ത്രീയുടെ പിന്നാലെ പോയി. സ്ത്രീക്ക് ദൈവം കഴുകൻ്റെ ചിറകുകൾ നൽകി. അവൾ മരുഭൂമിയിലേക്ക് പറന്നുപോയി. അടുത്ത വചനം ഇങ്ങനെയാ പറയുക, സ്ത്രീയെയോ ആ കുഞ്ഞിനെയോ ലഭിക്കാതിരുന്ന പിശാചെന്ന ദുഷ്ടപിശാചെന്ന സർപ്പം ഭൂമിയിലേക്ക് ഇറങ്ങി. 12-ാം അധ്യായം 17-18 വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്. ആ സർപ്പം ഭൂമിയിലേക്ക് ഇറങ്ങി. ഇന്ന് ഭൂമിയിൽ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരെ എങ്ങനെ വിഴുങ്ങാമെന്ന് കരുതി അവൻ ഭൂമിയിൽ പതിയിരിക്കുന്നു. ഇതാണ് വെളിപാടിൽ നമ്മൾ കാണുക. എന്ന് വെച്ചാൽ ഈ പറുദീസായിൽ ആദ്യത്തെ കുടുംബത്തെ തകർത്ത ആ തിന്മയുടെ ശക്തി ഇന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഭൂമിയിൽ ആരെല്ലാം ദൈവകൽപ്പന പാലിക്കുന്നുണ്ടോ, ആരെല്ലാം കർത്താവിനെ മഹത്വപ്പെടുന്നുണ്ടോ, അവരെ എങ്ങനെ വീഴ്ത്താമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഭൂമിയിൽ പതിയിരിക്കുന്നു. ഇതാണ് വചനം നമ്മളോട് പറയുക. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഈ കർത്താവിൻ്റെ പ്രാർത്ഥന, ആ മരണത്തിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതാ ഞാൻ ഈ ലോകത്ത് നിന്ന് അങ്ങയുടെ പക്കലേക്ക് വരികയാണ്. എന്നാൽ എൻ്റെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർ ഈ ലോകത്ത് തന്നെയാണ്. അവരെ എന്നോടൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുക, മറിച്ച് ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോ പ്രാർത്ഥിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. പത്രോസിനോട് ഈശോ പറയുന്ന ഒരു വചനമുണ്ട്, ശിമയോൻ ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പിനെ പോലെ പാറ്റാൻ ശ്രമിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരികെ വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തുക. ശിമയോൻ ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പിനെ പോലെ പാറ്റാൻ ശ്രമിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരികെ വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തുക. കർത്താവ് തെരഞ്ഞെടുത്തവൻ, സഭയുടെ തലവനാക്കാൻ പോകുന്ന പത്രോസിനെ പോലും ഗോതമ്പിനെ പോലെ പാറ്റാൻ സാത്താൻ ഉദ്യമിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മേൽ തിന്മയുടെ ശക്തി എപ്പോഴും പതിയിരിക്കുക. എങ്ങനെ നമ്മെ വീഴ്ത്താൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇവിടെയാണ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേ സാത്താൻ തന്നെ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി കൃത്യമായ പദ്ധതി തയ്യാറാക്കി എങ്ങനെ ഈ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഈശോയെ തന്നെ പരീക്ഷിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പ്രലോഭനങ്ങളിലൂടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ ജാഗരൂകരായിരിക്കുവാൻ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തിന്മയുടെ ശക്തി പതിയിരിക്കുകയാണ്. നമ്മുടെ പാദങ്ങൾക്ക് പതർച്ച നൽകുവാനായിട്ട്, നമ്മുടെ വഴികൾ തെറ്റിക്കുവാനായിട്ട്, നമുക്ക് തിന്മയുടെ വിത്തുകൾ നമ്മിൽ വിതയ്ക്കുവാനായിട്ട് പതിയിരിക്കുന്ന ഒരു തിന്മയുടെ ശക്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏത് ജീവിത അന്തസ്സായിക്കോട്ടെ, നമ്മുടെയൊക്കെ ജീവിതാന്തസ് വഴി
ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ആ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ജാഗരൂകരായിരിക്കേണ്ട ആവശ്യമുണ്ട്. തിന്മ നമുക്ക് മുൻപിൽ വലിയ വിപത്തുകളായിട്ട് നിൽക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ട വിധത്തിലുള്ള കൃപ ലഭിക്കുവാനായിട്ട് നമുക്കെപ്പോഴും ജാഗ്രത ഉണ്ടാകേണ്ടതാണ്. എപ്പോഴെല്ലാം സഭയിൽ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകാൻ നോക്കുന്നുണ്ടോ, കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകാൻ നോക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം സഭ ശിഥിലമാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അത്രയ്ക്ക് സ്വപ്നം കണ്ട് താലോലിച്ചാണ് കർത്താവ് കുടുംബം എന്നുള്ള ആ ഒരു ദൈവവിളി സ്ഥാപിച്ചിരിക്കുക. ഒരു വൈദികൻ്റെയോ ഒരു സിസ്റ്ററിൻ്റെയോ ഒക്കെ ദൈവവിളി അത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മീഡിയേറ്റർ ആകാൻ വേണ്ടിയാണ്, ഒരു മധ്യസ്ഥനാകുക. ഈ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക, ആ ദൈവത്തിൽ നിന്ന് കൃപ മേടിച്ച് ഈ മക്കൾക്ക് കൊടുക്കുക. ഒരു ഇടനിലക്കാരൻ, അതാണ് ശരിക്കും ഒരു വൈദികൻ, ഒരു സമർപ്പിതനൊക്കെ. എന്നാൽ കുടുംബജീവിതമാകുന്ന ദൈവവിളി ലഭിച്ചവരെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട സൃഷ്ടികർമ്മത്തിൽ മനുഷ്യനെ പങ്കുചേർക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം, സൃഷ്ടാവ് ദൈവം മാത്രമാണ്. ദൈവത്തിന് മാത്രമാണ് സൃഷ്ടികർമ്മം ചെയ്യാൻ സാധിക്കുക. ആ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യരെ പങ്കുചേർക്കുന്ന അതിവിശിഷ്ടമായ ഒരു ദൈവവിളിയാണ് കുടുംബ ജീവിതം എന്നുള്ള ദൈവവിളി. അതുകൊണ്ട് തന്നെ സാത്താൻ അറിയാം, ഒരു കുടുംബം തകർന്നാൽ, ഒരു കുടുംബത്തിൽ തിന്മ കയറിയാൽ അത് മതി സഭ മുഴുവൻ തകരുവാനായിട്ട്, അത് മതി ദൈവത്തിൻ്റെ പദ്ധതികൾ തെറ്റുവാനായിട്ട്. ഒരു തകർന്ന കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന വൈദികൻ അവൻ തകർന്നവനായിരിക്കും. അതിൽ നിന്ന് മുളപൊട്ടുന്ന ഒരു സമർപ്പിത അത് തിന്മയുടെ ചായ്വുള്ളവളായിരിക്കാം. സാത്താൻ അറിയാം ഈ തിന്മയുടെ ശക്തികൾ, ഈ തിന്മയുടെ സ്വാധീനങ്ങൾ. ഇവിടെയാണ് കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിതാവേ, ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള ഇതാണ്. നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ഇന്ന് തിന്മ കടന്നു വരുന്ന മേഖലകൾ എന്തൊക്കെയാണ്, നമുക്കതിനെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടാകേണ്ട ആവശ്യമാണ്. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളം മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, മറ്റു രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് എത്ര മനോഹരമായൊരു കുടുംബ ബന്ധമുള്ള ഒരു സമൂഹമാണ്. നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറുള്ളവരാണ്. നമ്മുടെ മക്കൾ ആവുന്ന വിധത്തിൽ, പലപ്പോഴും പാളിച്ചകൾ പറ്റാം, പക്ഷെ ആവുന്ന വിധത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാനും അവരെ ശുശ്രൂഷിക്കുവാനും മനസ്സുള്ള ഒരു സമൂഹമാണ്. അങ്ങനെ കെട്ടുറപ്പുള്ള ഒരു കുടുംബ സാഹചര്യമാണ് ശരിക്കും നമ്മുടെ കേരളത്തിൽ. അങ്ങനെയുള്ള കേരളത്തിൽ പിശാചിന് കുടുംബത്തിൽ നുഴഞ്ഞു കയറുവാനായിട്ട് അത്ര എളുപ്പമല്ല. കാരണം അവിടെ ആ ഒരു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമാണ്, സഹോദരന്മാർ തമ്മിലുള്ള വിട്ടുവീഴ്ചയ്ക്കുള്ള മനസ്സുണ്ട്. ഇവിടെ തിന്മ എന്ന് നുഴഞ്ഞു കയറുവാൻ ഏറ്റവും എളുപ്പത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗം അത് മദ്യപാനം എന്നുള്ള തിന്മ കുടുംബത്തിൽ കയറ്റിവിടുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല ഇതിൻ്റെ ഒരു വിപത്ത്, ഈ തിന്മയുടെ വ്യാപ്തി നമ്മൾ അറിയുന്നില്ല. ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥനോ ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ മദ്യത്തിന് അടിമപ്പെട്ടതായിട്ട് നിങ്ങളൊന്ന് വിചാരിച്ചേ, പിന്നെ ആ കുടുംബത്തിൽ സമാധാനമില്ല, പിന്നെ ആ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് സാഹചര്യമില്ല, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. ഇന്ന് തിന്മ വളരെ എളുപ്പത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുവാൻ സാത്താൻ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഈ മദ്യത്തോടുള്ളൊരു ആസക്തി. മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത വിധത്തിൽ മദ്യാസക്തി നമ്മളിങ്ങോട്ട് വളർന്നുകൊണ്ടിരിക്കുക, ഒരു പകർച്ചവ്യാധി പോലെ. പ്രിയപ്പെട്ടവർ, ഇത് ചുമ്മാ ഒരു ആസക്തിയായിട്ടോ മനുഷ്യൻ്റെ ഒരു ബലഹീനതയായിട്ടോ മാത്രം നിങ്ങൾ കാണരുത്. ഇതിൻ്റെ പിന്നിൽ ഒരു തിന്മയുടെ ശക്തിയുണ്ട്. ഇത്രമാത്രം മദ്യത്തോട് ആസക്തി നമ്മുടെ യുവജനങ്ങളിലേക്ക്, നമ്മുടെ കുടുംബനാഥന്മാരിലേക്ക്, എന്തിനിപ്പോൾ പുതിയ കണക്കനുസരിച്ച് കുടുംബങ്ങളിലെ സ്ത്രീകൾ പോലും മദ്യത്തിന് അടിമപ്പെട്ടു പോകുന്നുള്ള ചരിത്രമാണ് നമ്മൾ അറിയുക. എന്തുകൊണ്ട് ഇത്രമാത്രം ഒരു ആകർഷണം ഈ മദ്യത്തിലേക്ക് വരുന്നു?
നമ്മുടെ എല്ലാ ആഘോഷങ്ങളും എടുക്ക്. ഓരോ ആഘോഷത്തിലും നമ്മൾ മദ്യം വിളമ്പൽ ഒരു ഭാഗമാക്കി മാറ്റിയിരിക്കുക. ഇത് വെറും ഒരു ബലഹീനത മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഓരോ ദിവസത്തെയും വാർത്തകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. മദ്യപാനിയായ ഒരു വ്യക്തി കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ ഒരുപക്ഷെ കുമ്പസാരക്കൂട്ടിലൊക്കെ ഇരിക്കുന്ന ഞങ്ങൾക്കാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഭീകരത തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു മദ്യപാനിയുടെ ഭാര്യ സഹിക്കുന്ന വേദനകൾ, ഒരു മദ്യപാനിയായ ഒരു 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 മകൻ അവൻ്റെ ആ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളിൽ തകർന്നു പോകുന്ന മാതാപിതാക്കൾ, എത്രയോ കുടുംബങ്ങൾ നരകതുല്യമായി തീരുന്നുണ്ടെന്നറിയാമോ? പല കുടുംബങ്ങളിലും സായാഹ്നമായി കഴിഞ്ഞാൽ നരകതുല്യമാണ് കുടുംബം. നമ്മളാരും തിരിച്ചറിയുന്നില്ല. അത്രയ്ക്കിന്ന് സ്വാധീനിച്ചിരിക്കുകയാണ് മദ്യത്തിൻ്റെ ആ ഒരു വലിയ ആപത്ത്. ഒരു സംഭവം എൻ്റെ തന്നെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. മദ്യപാനിയായ ഒരു മനുഷ്യൻ 10-18 വർഷമായിട്ട് മദ്യപിച്ച് കുടുംബം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഭാര്യ ആ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുകയാണ്. അങ്ങനെ ദൈവാനുഗ്രഹത്താൽ പല ധ്യാനങ്ങൾ കൂടി പല ട്രീറ്റ്മെൻറ്റിന് പോയി അവസാനം ഏതോ ഒരു സ്പർശനത്താൽ ദൈവത്തിൻ്റെ ഇടപെടലിനാൽ ആ മദ്യപാനത്തിൽ നിന്ന് ആ മകൻ മോചിതനായി. വർഷങ്ങളോളം പിന്നെ കുടിക്കാതിരുന്നൊരു മകനെ മറ്റൊരു കൂട്ടുകാരൻ്റെ കുടുംബത്തിൻ്റെ ആ വലിയ വീട് വെച്ചു. ആ വീടിൻ്റെ ആ വെഞ്ചിരിപ്പിൻ്റെ സമയത്ത് നിർബന്ധിച്ച് കുടിപ്പിച്ചത് വഴിയായിട്ട് വീണ്ടും ആ മനുഷ്യൻ മദ്യത്തിലേക്ക് പോയ സംഭവം. ആ കുടുംബം അതോടങ്ങ് തകരുകയാണ്. എന്തുമാത്രം പ്രാക്ക് ഈ മദ്യം വിളമ്പിയ വ്യക്തിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടാകും. ആ ഭാര്യ, മക്കള് തങ്ങളുടെ ആ കുടുംബനാഥനെ വീണ്ടും തിന്മയിലേക്ക് നയിച്ച ആ വ്യക്തിയോർത്ത് അവർ ചങ്കുപൊട്ടി കരഞ്ഞിട്ടുണ്ടാവില്ലേ? ആ കണ്ണുനീര് ദൈവത്തിൻ്റെ പക്കൽ ചെല്ലില്ലേ? അത് ശാപമായിട്ട് അവർക്ക് വരികയില്ലേ? നമ്മളൊക്കെ ഓരോ ആഘോഷത്തിനും മദ്യം വിളമ്പുമ്പോൾ നമ്മളിതുപോലെയുള്ള വിപത്തുകൾ വിതറുന്നവരായി മാറുക എന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്. സാത്താൻ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എളുപ്പത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക് കയറുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മദ്യത്തോടുള്ളൊരു ആസക്തി ജനിപ്പിച്ചുകൊണ്ടാണ്. നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ മദ്യപാനം അങ്ങോട്ട് വ്യാപിക്കുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഭരണകർത്താക്കൾ, കാരണം അതിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം അത് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥകൾ. എന്തുമാത്രം നമ്മളിൽ ഈ ഒരു തിന്മ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവൻ്റെ ഈ വചനം കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ള വലിയ ഒരു സന്ദേശം ഇതാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ, മദ്യത്തിന് അടിമപ്പെട്ടൊരു വ്യക്തിയെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചാൽ ദൈവസന്നിധിയിൽ അത് വളരെ വിലപ്പെട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് ഒരു വ്യക്തിയുടെ അല്ല, ഒരു കൂട്ടം മനുഷ്യരുടെ ആത്മാവിനെ രക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്നവർ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് തന്നെ തിരിച്ചറിയുക, തിന്മയുടെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു പ്രധാന മാർഗം മദ്യത്തോടുള്ള ആസക്തിയാണെന്നുള്ള തിരിച്ചറിവ്. അതിനെതിരായിട്ട് ഞാൻ നിലകൊള്ളും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യം ഉപയോഗിക്കുകയില്ല. എൻ്റെ ഒരു കുടുംബത്തിലെ ഫംഗ്ഷന് ഒരിക്കലും ഞാനിങ്ങനെ തിന്മ വിതറുന്ന ഒരു ഏജൻ്റായി ഞാൻ മാറുകയില്ല. അതുപോലെ ഏതെങ്കിലും കാരണത്താൽ മദ്യത്തിന് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ എൻ്റെ ജീവിതം കൊണ്ട് രക്ഷിക്കാൻ ഞാൻ പരിശ്രമിക്കും. തീരുമാനമെടുക്കുക. അത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കാൻ സാധിക്കുന്ന വിലപിടിപ്പുള്ള ഒരു ബലിയായിരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. വീണ്ടും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് ഇന്ന് കടന്നു വരുന്ന പൈശാചിക പീഡ അല്ലെങ്കിൽ തിന്മ കടന്നു വരുവാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗം മയക്കുമരുന്ന് ഇതുപോലെ തന്നെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ യുവതലമുറ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി അങ്ങോട്ട് പതറിപ്പോവുകയാണ്. പണ്ടൊക്കെ അവിടെ ഇവിടെ എന്നൊക്കെ കേട്ടത് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്കൂളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. തലമുറയെ നശിപ്പിക്കുവാനായിട്ട് തിന്മയുടെ ശക്തി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്ത് ജാഗ്രതയാണ് നമുക്കുള്ളത്. ശിമിയോൻ സാത്താൻ നിന്നെ ഗോതമ്പിനെ പോലെ പാറ്റാൻ ശ്രമിച്ചു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരികെ വന്ന് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്തുക. ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശോധിച്ച് നോക്കുക. നമ്മുടെ കുടുംബത്തിൽ തിന്മ ഇന്ന് നുഴഞ്ഞു കയറുന്ന മേഖല ഏതാ? മറ്റൊരു വലിയ വിപത്ത്, തിരിച്ചറിയേണ്ട ഒരു വലിയ വിപത്ത്, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഇങ്ങനെ വളരുകയാണ്.
വിശ്വസ്തത നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ആയിക്കൊണ്ടിരിക്കുക. ഒത്തിരിയേറെ കുടുംബങ്ങളിൽ അവിഹിത ബന്ധങ്ങൾ വളർന്നു വരികയാണ്. പണ്ടൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഇന്ന് സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങോട്ട് വഴിതെറ്റിപ്പോവുകയാണ്. കുടുംബജീവിതം നയിക്കുന്നവർ ആ കുടുംബത്തിൻ്റെ വിശുദ്ധി മറന്നുപോയിക്കൊണ്ട് മറ്റൊരു വ്യക്തിയുമായിട്ട് അമിതമായിട്ടുള്ള ഫോൺ സംസാരങ്ങൾ, ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇന്ന് തിന്മയിലേക്ക്, അശുദ്ധിയിലേക്ക് വീണുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ കുടുംബങ്ങളിൽ തിന്മയുടെ ശക്തി ഇന്ന് ചില അവിഹിത ബന്ധങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുക. പരിശോധിച്ച് നോക്കുക, നമ്മുടെയൊക്കെ വിവാഹ വിശുദ്ധി എവിടേക്ക് കളങ്കപ്പെട്ടുന്നത്. വിവാഹനാളിൽ ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ കരങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെടുത്തൊരു പ്രതിജ്ഞയില്ലേ, സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞങ്ങൾ ഒന്നാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ചിന്ത, ഇതിനപ്പുറത്തേക്കൊരു സന്തോഷം അന്വേഷിച്ചുള്ള പോക്ക്, ഇത് സാത്താൻ നമ്മുടെ കുടുംബത്തിൽ നുഴഞ്ഞ് കയറുന്ന മേഖലകളാണ്. പ്രിയപ്പെട്ടവരെ, വേദനയോടുകൂടിയാണ് ഞാൻ പറയും, ഒത്തിരിയേറെ കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെ കുടുംബ ബന്ധങ്ങൾ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കുടുംബം, ഭാര്യയുടെ സുഹൃത്തുമായിട്ട് ഭർത്താവിനൊരു കൂടുതൽ അടുപ്പം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോൾ ഭാര്യ അത് തിരിച്ചറിയുന്നു. നിർത്തണമെന്ന് പറയുമ്പോൾ ഭർത്താവ് പറയുന്ന അവസ്ഥകൾ, പിരിയാൻ പറ്റാത്ത മാത്രം ഞങ്ങൾ അടുത്ത് പോയിരിക്കുക, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, നിനക്ക് യാതൊരു കുറവും ഞാൻ വരുത്തില്ല, പക്ഷേ അവളെ ഉപേക്ഷിക്കുവാനായിട്ട് എന്നോട് പറയരുത്. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് തിന്മയുടെ ശക്തികളുടെ ഈ ബന്ധനത്തിൽപ്പെട്ടവരുടെ ഒരു സാമ്പിൾ മാത്രമായത്. ഇതൊന്നും നിങ്ങൾ തമാശയായിട്ട് എടുക്കരുത്. നമ്മൾ എന്തുമാത്രം വിജിലൻ്റാണ്, നമ്മുടെ വിവാഹ വിശുദ്ധിയോട്, കുടുംബത്തിൻ്റെ ആ ഒരു ശുദ്ധതയോട് എന്തുമാത്രം വിശ്വസ്ത നമ്മൾ പുലർത്തുന്നുണ്ട്. ഇതൊക്കെ നാട്ടു നടപ്പാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, തലമുറകളുടെ മേൽ സാത്താൻ സ്വാധീനം ചെലുത്തുകയാണ്. തലമുറകളുടെ മേൽ. നമുക്ക് ദൈവസന്നിധിയിൽ പരിശോധിച്ച് നോക്കാം, എൻ്റെ കുടുംബത്തെ, എൻ്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുവാനായിട്ട് സാത്താൻ ഇന്ന് വിരിച്ചു വച്ചിരിക്കുന്ന വല ഏതാ തിരിച്ചറിയുവാനായിട്ട് ഈശോ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു മേഖല നമ്മൾ തിരിച്ചറിയേണ്ടത്, പണത്തോടുള്ളൊരു ആർത്തി ഇന്ന് നമ്മളെ അങ്ങോട്ട് ഗ്രസിക്കുക. വീതം വയ്ക്കുമ്പോൾ 1 ഇഞ്ച് ഭൂമി അല്ലെങ്കിൽ 1 സെൻറ്റ് ഭൂമി കൂടിപ്പോയതിൻ്റെ പേരിൽ പിന്നെ ഒരിക്കലും മിണ്ടില്ലാത്ത സഹോദരി സഹോദരങ്ങൾ. അപ്പൻ ഒരു മകന് അല്പം കൂടുതൽ കൊടുത്തതിൻ്റെ പേരിൽ ഇനി ഞാൻ അപ്പനെ നോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന മക്കൾ. ഇതൊക്കെ വെറും ഒരു തിന്മയുടെ സ്വാധീനമാണെന്ന് മാത്രം കരുതി നിങ്ങൾ അങ്ങോട്ട് തള്ളരുത്. ഇത് സാത്താൻ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നുഴഞ്ഞു കയറിയിട്ട് ഇനി ഭാവി തലമുറകളുടെ മേൽ അവൻ സ്വാധീനം ചെലുത്തുവാൻ എടുക്കുന്ന മാർഗങ്ങളാണ്. പരിശോധിച്ച് നോക്കാം. നമുക്ക് കർത്താവിൻ്റെ വചനം നമുക്ക് വീണ്ടും എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 15-ാം വാക്യം. പിതാവേ, ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കി അങ്ങയുടെ പക്കലേക്ക് വരികയാണ്. പക്ഷെ എൻ്റെ മക്കൾ ഈ ലോകത്തിലാണ്. ഈ ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുക, ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. ഈശോ മരണത്തിന് മുമ്പ് നമുക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ദുഷ്ടനൊരുക്കുന്ന കെണി അത് ശക്തമാണ്, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ നിരന്തരം നമ്മൾ ജാഗ്രതയുള്ളവരായി മാറണം. നിരന്തരം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം. ദൈവകൽപ്പനകൾ ലംഘിക്കപ്പെടുന്നവർക്ക് മാത്രമേ സാത്താന് നമ്മൾ കയറാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മുടെ ദൈവകൽപ്പനകൾ പാലിക്കുവാൻ എന്തുമാത്രം വിശ്വസ്തത പുലർത്തുന്നുണ്ട് പരിശ്രമിച്ച് നോക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി കേട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ഈശോ പറയണു, ദുഷ്ടനൊരുക്കുന്ന കെണികളെക്കുറിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരായി മാറണം. തമ്പുരാനെ, ഞങ്ങളുടെയൊക്കെ കുടുംബം അങ്ങയുടെ വലിയ സ്വപ്നമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എല്ലാ ദൈവവിളികളും ആരംഭം കുറിക്കുന്നത് കുടുംബജീവിതമാവുന്ന ദൈവവിളിയിൽ നിന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ കുടുംബത്തിൽ ഒരു കളങ്കം ചാർത്തിയാൽ ആ കളങ്കം എല്ലാ മേഖലകളിലേക്കും എത്തിപ്പടരുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കുവാനായിട്ട് സാത്താൻ ഉപകരണമാക്കിയിരിക്കുന്ന മദ്യത്തോടുള്ള ആസക്തി, മയക്കുമരുന്നിനോടുള്ള പ്രത്യേക ഒരു ആകർഷണം, അതുപോലെ തന്നെ അശുദ്ധ ബന്ധങ്ങളിലേക്ക്, അവിഹിത ബന്ധങ്ങളിലേക്ക് ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ദുരാശ,
പണത്തോടുള്ള ആർത്തിയും ഏത് വിധേനയും പണമുണ്ടാക്കണമെന്നുള്ള ആ ഒരു വലിയ ദ്രവ്യ ആഗ്രഹം, ഈ തിന്മകളെ തിരിച്ചറിയുവാനും ചെറുക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പാദങ്ങൾക്ക് വിളക്കും വഴി പ്രകാശവുമാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.